മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ചികിത്സയിലാണ് തോമസ് വൈദ്യൻ. മഹിയാണെങ്കിൽ കണ്ണന് വേണ്ടി മനസ്സൊരുക്കി ഭക്തിയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു ചികിത്സയ്ക്ക് ശേഷം ഒരുപാട് വേദനകൾക്ക് ശേഷം കണ്ണനെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് വൈദ്യൻ പറയുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ അതിന് സാധിക്കുന്നില്ല. തോമസ് വൈദ്യനാണെങ്കിൽ ആകെ നിരാശനാവുകയാണ്. കാരണം അയാൾ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു ആ ഒരു ചികിത്സ നടത്തിയിരുന്നത്. അതിൻ്റെ അവസാനം കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തന്നെ അയാൾ കരുതി. പക്ഷേ പ്രതീക്ഷയ്ക്കപ്പുറം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തായാലും അങ്ങനെ വരാൻ വഴിയില്ല, താനൊന്ന് ഉറങ്ങി എഴുന്നേൽക്ക്, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് കണ്ണനെ സമാധാനിപ്പിച്ച് വൈദ്യനാണെങ്കിൽ കണ്ണനോട് ഉറങ്ങാനായിട്ട് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പാവം കണ്ണനാണെങ്കിൽ ഒന്ന് മയങ്ങുകയാണ്. അതിനുശേഷം വൈദ്യൻ തൻ്റെ റൂമിലേക്ക് വന്നിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. കണ്ണൻ എത്രയും പെട്ടെന്ന് തൻ്റെ നടക്കാനുള്ള ശേഷി കിട്ടണമെന്നും പ്രതീക്ഷകൾ ഒരിക്കലും തെറ്റിക്കരുതെന്നൊക്കെ തന്നെ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയും കണ്ണനു വേണ്ടി മനസ്സൊരുക്കി അയ്യപ്പസ്വാമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹി നാളെ അവൻ്റെ പിറന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ അതിരാവിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണമല്ലോ. അതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെറിയൊരു മയക്കത്തിന് ശേഷം കണ്ണനാണെങ്കിൽ സ്വയം വന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. നോക്കുമ്പോൾ അവനതിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റിരുന്നതിന് ശേഷം കണ്ണൻ നിലത്തേക്ക് കാല് കുത്താനായിട്ട് ശ്രമിക്കുന്നു. കണ്ണന് ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം സത്യമാകുന്നത്. കണ്ണൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ വാതിൽക്കിലേക്ക് പോകുന്നുണ്ട്. ആദ്യം ചെല്ലുന്നത് തോമസ് വൈദ്യൻ്റെ അടുക്കിലേക്കാണ്. എന്നിട്ട് ഡോറ് തട്ടി വിളിക്കുന്നു. കണ്ണനെ കാണുമ്പോൾ തന്നെ തോമസ് വൈദ്യനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. താനിതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വയം നടന്നു വന്നതാണെന്ന് പറയുന്നു. എന്തായാലും വൈദ്യം പറയുന്നുണ്ട്, ആ അയ്യപ്പസ്വാമി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു, തനിക്ക് ഭാഗ്യമുണ്ടോ, ഈ ദിവസം തന്നെ തനിക്ക് തൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കണ്ണനെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ചെന്ന് കാണണം, മഹാലക്ഷ്മിയെ, അവൾ ഒത്തിരി സന്തോഷിക്കുമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ മറുപുറത്ത് നടക്കുന്നത് മഹിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് പ്രതാപനും മുത്തശ്ശിയും അയച്ച 2 ഗുണ്ടകൾ എത്തുകയാണ്. നന്നായിട്ട് ഉറങ്ങുന്ന മഹിയുടെ റൂമിനടുത്തേക്ക് അവർ എത്തുന്നുണ്ട്. എന്നിട്ട് വാതിൽ തട്ടുകയാണ്. മഹി കരുതുന്നത് തോമസ് വൈദ്യനും മറ്റോ ആണെന്നാണ്. എന്തായാലും നോക്കുമ്പോൾ മഹിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ സംഭവം നടക്കുന്നത്. ആ ഗുണ്ടകളിൽ ഒരു മഹിയെ ബോധം കെടുത്താനായിട്ട് ടവലിൽ മരുന്ന് തേച്ച് ആ മൂക്കിൽ വെക്കുന്നു. അങ്ങനെ മഹിയെ അവിടെ നിന്നും ഒരു കാറിൽ കടത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ കണ്ണനും തോമസ് വൈദ്യനും ആ ആശ്രമത്തിലെ ആരും തന്നെ അറിയുന്നില്ല. എന്തായാലും ആ കാറും എടുത്ത് അവരാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീട് തോമസ് വൈദ്യൻ കണ്ണനെയും കൂട്ടിയിട്ട് മഹാലക്ഷ്മിയുടെ റൂമിനടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മഹിയെ കാണാനായിട്ട് എത്തുന്നത്. ആദ്യം തന്നെ അവൻ വിളിക്കുന്നത് മഹി മഹി എന്നാണല്ലോ. എന്തായാലും മഹാലക്ഷ്മിക്ക് ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നൊക്കെ തോമസ് വൈദ്യനാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ച, മഹാലക്ഷ്മി അവിടെയില്ല. വാതിലാണെങ്കിൽ തുറന്നു കിടക്കുന്നു. എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് തോമസ് വൈദ്യനും കണ്ണനും മനസ്സിലാവുകയാണ്. കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. തൻ്റെ ശത്രുക്കൾ വീണ്ടും പണിതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷത്തിൽ കണ്ണന് വലിയൊരു മാനസികമായിട്ടുള്ള തകർച്ചയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ തൻ്റെ മഹി എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ് തോമസ് വൈദ്യനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് ഇതിന് പിന്നിലെന്ന്. അവൻ എന്തായാലും വെറുതെ ഇരിക്കാൻ തീരുമാനിക്കുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മിയെയും കൊണ്ട് ആ കുട്ടികൾ എത്തുന്നത് പ്രതാപന്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് തന്നെയാണ്. ഒഴിഞ്ഞൊരു റൂമിൽ അവളെ പൂട്ടിയിടുന്നു. അതിനുശേഷം അവളാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്, എന്നെ വീട്, എന്തിനാ തട്ടിക്കൊണ്ടുവന്നതൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശിയും പ്രതാപനും വരുന്നത്. എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിന്റെ അയ്യപ്പനെ ഞങ്ങൾ മാറ്റാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. നീ നിന്റെ അയ്യപ്പൻ്റെ സ്വന്തം ആളല്ലേ, ഇനി അയാൾ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊന്ന് നോക്കണമല്ലോ. നീയേ ഇനി ഇവിടെ ജീവിക്കുന്നതിൽ ഒരു അർഹയല്ല. പിന്നെ നീയിപ്പോൾ ആ കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ, അവനൊരിക്കലും എഴുന്നേറ്റ് നടക്കാനും പോകുന്നില്ല. പിന്നെ ഈ ദിവസത്തെ പ്രത്യേകതയും വെച്ച് നീ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്താറുണ്ട്. കണ്ണന് എല്ലാം നഷ്ടപ്പെടുന്നത്, തൻ്റെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്ന ദിവസമാണ് തൃക്കാർത്തിക. ആ ദിവസം തന്നെ നിന്നെയും അവനെ നഷ്ടപ്പെടണം. ഇതൊക്കെ കേട്ട് മുത്തശ്ശി പറയുകയാണ്, എടാ അങ്ങനെ പ്രസംഗിച്ച് നിൽക്കാതെ അവളെ അങ്ങ് വെടിവെച്ച് കൊല്ലുകയെന്ന്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ തോക്കെടുത്ത് മഹിയുടെ നെറ്റിയിൽ വെക്കുകയാണ്. മഹി പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്താ വേണം, ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാതെയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഓരോ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ നീ എൻ്റെ മകൾക്ക് മീതെ പറക്കുന്നത് ഇഷ്ടമല്ലടി. അങ്ങനെ കമലേശ്വരത്തിലെ റാണിയായിട്ട് നീ വാഴണ്ട, എൻ്റെ മകൾ വാഴ്ന്നാൽ മതി. അവൾക്ക് ഉണ്ടായ നഷ്ടം നിനക്കറിയാലോ, നിനക്ക് വെച്ച വിഷപ്പായസമാണ് അവൾ എടുത്ത് കുടിച്ചത്. ഇതൊക്കെ കേട്ട് മഹി പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ സ്വയം വരുത്തി വെച്ചതല്ലേ എന്ന്. അങ്ങനെ മുത്തശ്ശി പറയാണ്, എടാ അങ്ങനെ പ്രസംഗിച്ച് നിൽക്കാതെ അവളെ വെടിവെച്ചങ്ങ് കൊല്ല്, അല്ലെങ്കിൽ അവളെ
പുറകെ ആളുകൾ എത്തും. നമ്മളെ പിടിച്ചാലും കുഴപ്പമില്ല, ഇവൾ മരിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അങ്ങ് വെറുതെ കൊന്നാ പോരല്ലമ്മേ. എണ്ണി എണ്ണി നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാനില്ലേ. ഇവളും ഇവളുടെ ഭർത്താവും ചേർന്ന് നമ്മളെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതും, അതിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ കൊണ്ട് പകരം ചോദിക്കണ്ടേ എന്നൊക്കെ കണ്ണനാണെങ്കിൽ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നു. എന്തായാലും മഹിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ വന്ന് പെട്ടിരിക്കുന്നത് വലിയൊരു ആപത്തിൽ തന്നെയാണെന്ന്. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണടച്ച് തൻ്റെ അയ്യപ്പസ്വാമിയെയും മനസ്സിൽ വിചാരിച്ച് കണ്ണനെയും വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പ്രതാപന് ഒരിക്കലും മഹിയെ കൊല്ലാനായിട്ട് കഴിയില്ല. അതിനു മുമ്പ് തന്നെ മാർക്കോ എത്തുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.